എന്തൊക്കെയായിരുന്നു ഇവര് അവിടെ ചെയ്തിരുന്നത്? അത് കാരണം മനസ്സിലാക്കുക, 15 കൊല്ലം ലോങ് ടേം ആയിട്ട് പ്രധാനമന്ത്രിയായ സമയത്ത് കഴിഞ്ഞ് ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നതിന് 3-4 വർഷം മുമ്പ് ഇവര് ശക്തമായ ഒരു ഡിക്റ്റേറ്ററായിട്ടങ്ങ് മാറി. പ്രതിപക്ഷത്തെ മുഴുവനും അടിച്ചങ്ങ് ഒതുക്കി ക്രാക്ക് ഡൗൺ ചെയ്തു. അതേപോലെ പത്രക്കാരെന്തെങ്കിലും എഴുതുവാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്തു. ഏകദേശം 400ഓളം ബംഗ്ലാദേശ് ഢാക്ക ബേസ്ഡ് ആയിട്ടുള്ള ബംഗാളി പത്രക്കാർ പലയിടത്തോട്ടും പലയിടത്തോട്ടും ഒളിച്ചോടിപ്പോയി. ഒത്തിരി പേര് ലണ്ടനിൽ പോയി, മറ്റു പല ഭാഗത്തോട്ടും പോയി. എല്ലാവർക്കെതിരെയും ക്രാക്ക് ഡൗൺ. കാരണം വല്ലാത്ത രീതിയിൽ 78 വയസ്സുള്ള ഷെയ്ഖ് ഹസീന അവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ ജനാധിപത്യത്തിൽ കേൾക്കാത്ത രീതിയിലുള്ള ധ്വംസനങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് പോയതിൻ്റെ അവസാനമാണ് ഓഗസ്റ്റിൽ ഈ പ്രക്ഷോഭം 2024 ഉണ്ടാവുകയും അത് ജൻസി പ്രക്ഷോഭമായിട്ട് പെട്ടെന്ന് മാറുകയും പിന്നീട് അവിടെ പോലീസ് വെടിവെപ്പും മിലിറ്ററിയെ കൊണ്ട് ഉപയോഗിച്ച് മിലിറ്ററി ഹെലികോപ്റ്ററിൽ നിന്ന് ഇവർക്കെതിരെ അറ്റാക്കും ഒക്കെ ശ്രമിച്ചു, എങ്ങനെയെങ്കിലും ക്രാക്ക് ഡൗൺ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി. പക്ഷേ അതൊന്നും ഫലിച്ചില്ല. അതിന് പ്രധാനമായിട്ട് നേതൃത്വം കൊടുത്ത ബംഗ്ലാദേശിലുള്ള ജമാഅത്ത് ഇസ്ലാമിയാണ്. പിന്നീട് അവിടെയുള്ള ഒപ്പോസിഷനായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഏറ്റെടുക്കുന്നു.